അതാണ് അതിൻ്റെ ഓർഗനൈസിങ് സ്കില്ലാണ്. മണിലാൽ സാർ ആയിരം ജില്ലാ കമ്മിറ്റി ഇത്രയും പേര് വന്നത് വളരെ രാമാൻസറുമായിട്ട് വരില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് വൈകുന്നേരത്ത് വണ്ടി ഓടിക്കും. ഉണ്ടുണ്ട്. എല്ലാവർക്കും ആയോ നോക്ക്. ആർക്കെങ്കിലും അതെനിക്ക് തോന്നുന്നു എല്ലാം കത്തിക്കേണ്ടി വരില്ല, അത്ര ആളില്ല. കുഴപ്പമില്ല എനിക്ക് തരണം. ഒരു സെക്കൻഡ്. കോട്ടയം ജില്ലയിലുള്ള അതിരമ്പുഴ എന്ന സ്ഥലത്ത് പുറപ്പത്ത് വീട്ടിൽ സേവിയറിന്റെ മകനായി 1907 എസ് സെബാസ്റ്റ്യൻ ജനിച്ചു. നമ്മുടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കേരള ഘടകം നിർമ്മിച്ചു തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് ഇത് ചെയ്തത് നായിക് സെബാസ്റ്റ്യനാണ്. പിന്നീട് കുടുംബം പുതുപ്പള്ളിക്ക് അടുത്തുള്ള പയ്യപ്പാടി എന്ന സ്ഥലത്ത് റെയിൽവേ പുറമ്പോക്കൽ പതിച്ചു കിട്ടിയ സ്ഥലത്ത് മൂലകുന്നേൽ എന്ന വീട്ടുപേരിൽ താമസം തുടങ്ങി. 1942 സെബാസ്റ്റ്യൻ ആർമിയിൽ ചേർന്നു. AICMDയിൽ ഡ്രൈവറായി 22 വർഷവും 1 മാസവും 27 ദിവസവും സേവനം അനുഷ്ഠിച്ച ശേഷം മെഡിക്കൽ ഗ്രൗണ്ടിൽ 2/1/1965 നായിക് റാങ്കിൽ റിട്ടയർഡായി. ഭാര്യ മറിയമ്മയോടൊപ്പം താമസിച്ചിരുന്ന സെബാസ്റ്റ്യന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിരമിച്ച ശേഷം പല ജോലികളും ചെയ്തു പോന്നു. അതിനിടെ ലോട്ടറി കച്ചവടവും കൂടി നടത്തിയിരുന്നു. അദ്ദേഹം ലോട്ടറി അപ്പച്ചൻ എന്ന പേരിലും നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് വിമുക്തഭട സംഘടന എന്ന ആശയം ഉദിച്ചത്. പിന്നീട് അതിനുള്ള ശ്രമമായി. കോട്ടയത്തും പരിസരത്തുമുള്ള വിമുക്ത ഭടന്മാരെയും പെൻഷൻ ഓഫീസിൽ വരുന്നവരെയും നേരിൽ കണ്ട് ബോധവൽക്കരിച്ച് 1965 അവസാനത്തോടെ എക്സ് സർവീസസ് ലീഗിന് രൂപം നൽകി. കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു ആ സംഘടന. 1984 ഏപ്രിൽ മാസം 19-ാം തീയതി തൻ്റെ 77-ാമത്തെ വയസ്സിൽ നായിക് എസ് സെബാസ്റ്റ്യൻ ദിവംഗതനായി. പിന്നീട് ഭാര്യ മറിയാമ്മയും മകളും മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ മക്കൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവരുടെ ആ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചതിൻ്റെ പേരിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ഇതും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്ന ഇത്രയും മഹത്തായ ഒരു സംഘടനയ്ക്ക് നായിക് സെബാസ്റ്റ്യൻ രൂപം കൊടുത്തത് ഛിന്ന ഭിന്നമായി കിടന്ന കേരളത്തിലെ വിമുക്ത ഭടന്മാരെ ഏകോപിപ്പിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങളും അവരുടെ അവലാദികളും പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു സംഘടന വേണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലുമില്ലായിരുന്നു. ലോട്ടറി അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം നിസ്വാർത്ഥമായി ഈ കേരളത്തിലെ വിമുക്ത ഭടന്മാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് യാതൊരു രാഷ്ട്രീയ ചായവുമില്ലാതെ യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ലാതെ പൂർവ്വ സൈനികരുടെ സ്വന്തം അവരുടെ ആവലാതികളും അവരുടെ ആവശ്യങ്ങളും മാത്രം പരിഹരിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഈ സംഘടനയ്ക്ക് നായിക് സെബാസ്റ്റ്യൻ നൽകിയ സംഭാവന അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ സ്വർഗീയനായിരുന്ന് അവിടെ ഇരുന്ന് പോലും വീക്ഷിക്കുന്നുണ്ടാകാം. അദ്ദേഹത്തിന് നായിക് സെബാസ്റ്റ്യൻ സാറിൻ്റെ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്ത ചടയമംഗലം യൂണിറ്റിലെ എല്ലാ എക്സ് സർവീസിലെ എല്ലാ സാറന്മാർക്കും ചടയമംഗലം യൂണിറ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.